1400 വർഷങ്ങൾക്ക് മുൻപ് മക്കയിലെ സഫാ പർവ്വതമുകളിൽ മുഴങ്ങിക്കേട്ട ഒരു ആക്രോശം. സ്വന്തം കുടുംബക്കാരനായ പ്രവാചകനെ പരസ്യമായി ശപിച്ച ഒരു മനുഷ്യൻ. അവനുള്ള മറുപടി ഭൂമിയിലല്ല, ആകാശത്തു നിന്നാണ് വന്നത്. ഖുർആനിലെ 111 സൂറത്തുൽ മസദ്. ഈ അധ്യായം കേവലം കുറച്ചു വരികളല്ല, മറിച്ച് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഒരു താക്കീതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ മക്കയിലെ സഫാ പർവ്വതമുകളിൽ നടന്ന ഒരു സംഭവമാണ് ഇതിന്റെ പശ്ചാത്തലം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ മലമുകളിൽ കയറി ഖുറൈശികളെ വിളിച്ചുകൂട്ടി. ഈ പർവ്വതത്തിന് പിന്നിൽ ഒരു ശത്രു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അതെ, താങ്കൾ ഒരിക്കലും കളവ് പറയാറില്ലല്ലോ എന്ന് ഖുറൈശികൾ മറുപടി നൽകി. എന്നാൽ നിങ്ങൾ ഇതുകൂടി വിശ്വസിക്കണം, താൻ അള്ളാഹുവിന്റെ ദൂതനാണെന്നും ഏകദൈവ വിശ്വാസത്തിലേക്ക് വരണമെന്നും പ്രവാചകൻ പറഞ്ഞപ്പോൾ സദസ്സിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം പിതൃവ്യൻ അബൂലഹബ് എന്ന മനുഷ്യൻ പ്രവാചകനെതിരെ കൈകൾ ഉയർത്തി ആക്രോശിച്ചു. നിനക്ക് നാശം സംഭവിക്കട്ടെ, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചുകൂട്ടിയത് എന്ന് അബൂലഹബ് ആക്രോശിച്ചു. ഒരു നിമിഷം അള്ളാഹുവിന്റെ റസൂൽ സ്തംഭിച്ചു. സ്വന്തം പിതൃവ്യനിൽ നിന്ന് ഇങ്ങനെയൊരു മറുപടി പ്രതീക്ഷിച്ചില്ല. മറ്റു ഖുറൈശികളുടെ മുന്നിൽ വെച്ച് കുറവാക്കപ്പെട്ട റസൂൽ വിഷമിച്ചു. പക്ഷേ ആ വിഷമത്തിനുള്ള ആശ്വാസവുമായി ആകാശലോകങ്ങൾ പിളർന്നു മാറി. അതാ വരുന്നു അള്ളാഹുവിന്റെ വിശ്വസ്ത ദൂതൻ, 600 ചിറകുകളാൽ പ്രപഞ്ചം മൂടിയ മലക്കുകളുടെ സർവ്വസൈന്യാധിപൻ. പരിശുദ്ധ ഖുർആൻ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്ന മലക്ക് ജിബ്രീൽ. നബിയെ പറയുക അള്ളാഹുവിന്റെ നാമത്തിൽ. تبت يدا أبي لهب. അബൂലഹബിന്റെ ഇരു കൈകളും നശിച്ചിരിക്കുന്നു, അവൻ നാശമടയുകയും ചെയ്തിരിക്കുന്നു. അബൂലഹബ് യഥാർത്ഥ പേര് അബ്ദുൽ ഉസ്സ, അഗ്നിജ്വാലയുടെ പിതാവ് എന്നർത്ഥമുള്ള അബൂലഹബ് എന്ന പേര് അവന്റെ ചുവന്നു തുടുത്ത മുഖം കാരണമാണ് ലഭിച്ചത്. അറബി ഭാഷയിൽ കൈകൾ നശിക്കുക എന്നത് ഒരാളുടെ സമ്പൂർണ്ണ പരാജയത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. മനുഷ്യൻ തൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നത് കൈകൾ കൊണ്ടാണ്. അതിനാൽ കൈകൾ നശിക്കുക എന്നാൽ അവൻ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമായി. അവൻ കെട്ടിപ്പടുത്ത സാമ്രാജ്യവും അധികാരവും തകർന്നു. അവൻ്റെ ശക്തിയും സ്വാധീനവും ഇല്ലാതായി. പ്രവാചകനെതിരെ ഉയർത്തിയ ആ കൈകൾക്ക് നാശം ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് പ്രപഞ്ചനാഥൻ പ്രഖ്യാപിക്കുന്നു. അതായത് പ്രവാചകനെ തകർക്കാൻ അവൻ ചെയ്ത എല്ലാ പ്ലാനുകളും പരാജയപ്പെട്ടു. അവൻ ആഗ്രഹിച്ചതുപോലെ ഇസ്ലാം ഇല്ലാതായില്ല, പകരം അവൻ തന്നെയാണ് ഇല്ലാതായത്. അവന്റെ ധനമോ അവൻ സമ്പാദിച്ചതോ അവന് പ്രയോജനപ്പെട്ടില്ല. അബൂലഹബ് വലിയ പണക്കാരനായിരുന്നു. എനിക്ക് വല്ല വിപത്തും വന്നാൽ എൻ്റെ പണം കൊണ്ട് ഞാൻ രക്ഷപ്പെടും എന്ന് അവൻ അഹങ്കാരത്തോടെ പറയുമായിരുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നപ്പോൾ ആ സ്വർണ്ണ നാണയങ്ങൾക്കോ അവൻ്റെ മക്കൾക്കോ അവനെ സഹായിക്കാൻ കഴിഞ്ഞില്ല. പണം കൊണ്ട് പരലോകത്തെയും അള്ളാഹുവിൻ്റെ തീരുമാനത്തെയും തടയാനാവില്ല എന്ന വലിയ സത്യമാണിവിടെ. ജ്വലിക്കുന്ന അഗ്നിയിൽ അവൻ വരും കാലത്ത് പ്രവേശിക്കുന്നതാണ്. ലഹബ് എന്നാൽ ആളിപ്പടരുന്ന തീജ്വാല എന്നാണ് അർത്ഥം. അബൂലഹബ് എന്ന പേരിന്റെ അർത്ഥം ജ്വാലയുടെ പിതാവ് എന്നാണ്. അവന്റെ പേരിനോട് അന്വർത്ഥമാകുന്ന രീതിയിൽ ആളിപ്പടരുന്ന നരകാഗ്നിയിൽ തന്നെയായിരിക്കും അവന്റെ ഇടം എന്ന് ഖുർആൻ ഇവിടെ പ്രഖ്യാപിക്കുന്നു. വിറക് ചുമട്ടുകാരിയായ അവന്റെ ഭാര്യയും ആ നരകാഗ്നിയിൽ പ്രവേശിക്കും. അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ പ്രവാചകനെ ദ്രോഹിക്കാൻ കൂട്ടുനിന്നു. പ്രവാചകൻ നടക്കുന്ന വഴിയിൽ മുള്ളുകളും വിറകും വിതറി അദ്ദേഹത്തെ വേദനിപ്പിച്ചു. ദുനിയാവിൽ അവൾ ചെയ്ത അതേ പ്രവൃത്തിയുടെ ഫലമായി നരകത്തിൽ ഭർത്താവിനെ എരിക്കാനുള്ള വിറക് ചുമക്കുന്നവളായി അവളും ശിക്ഷിക്കപ്പെടുമെന്ന് ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നു. അവളുടെ കഴുത്തിൽ ഈന്തപ്പന നാരുകൊണ്ടുള്ള ഒരു കയറുണ്ടായിരിക്കും. അവൾ കഴുത്തിൽ വിലപിടിപ്പുള്ള മാലകൾ അണിയാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീയായിരുന്നു. എന്നാൽ നരകത്തിൽ ആ മാലകൾക്ക് പകരം പരുക്കൻ ഈന്തപ്പന നാരുകൾ കൊണ്ട് മുറുക്കിയ കയറാണ് ഉണ്ടാവുക.
ഇത് അവൾക്കുണ്ടാകുന്ന അപമാനത്തെയും കഠിനമായ ശിക്ഷയെയും സൂചിപ്പിക്കുന്നു. ഈ സൂറത്ത് അവതരിച്ച് വർഷങ്ങൾക്ക് ശേഷം അബൂലഹബിന്റെ അന്ത്യം വളരെ ദയനീയമായിരുന്നു. ബദ്ർ യുദ്ധത്തിൽ ഖുറൈശികൾ തോറ്റ വാർത്തയറിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവൻ അദസ് എന്ന കടുത്ത പകർച്ചവ്യാധി ബാധിച്ചു മരിച്ചു. മാരകമായ ഈ രോഗം പടരുമെന്ന് പേടിച്ച് സ്വന്തം മക്കൾ പോലും അവന്റെ മൃതദേഹം തൊടാൻ ഭയന്നു. 3 ദിവസത്തോളം ആ മൃതദേഹം അഴുകി ദുർഗന്ധം വമിച്ചു കിടന്നു. ഒടുവിൽ ദൂരെ നിന്ന് കല്ലെറിഞ്ഞും കുറിയിലേക്ക് തള്ളിയിട്ടുമാണ് അത് സംസ്കരിച്ചത്. അവന്റെ കൈകൾ മാത്രമല്ല, ശരീരം മുഴുവൻ നശിച്ചു എന്നതിന് ചരിത്രം സാക്ഷിയാണ്. بسم الله الرحمن الرحيم تبت يدا أبي لهب وتب തന്റെ കുലമഹിമയിലും പണത്തിലും അഹങ്കരിച്ച് സത്യത്തെ എതിർക്കുന്ന ഏതൊരാൾക്കും വരാനിരിക്കുന്ന അന്ത്യത്തിന്റെ പ്രതീകമാണ് അബൂലഹബ്. അള്ളാഹുവിന്റെ മുൻപിൽ പദവിയോ ബന്ധങ്ങളോ അല്ല, സത്യവിശ്വാസമാണ് പ്രധാനം എന്ന വലിയ പാഠം ഈ നാശം എന്ന വാക്കിലുണ്ട്. ഗുണപാഠം: സത്യത്തെ എതിർക്കുന്നവർ എത്ര വലിയ സമ്പന്നരായാലും അവരുടെ അന്ത്യം ഇതായിരിക്കും. സത്യത്തിന്റെ ഈ സന്ദേശം ഇവിടെ അവസാനിക്കുന്നില്ല. ചരിത്രത്തിലെ ഇത്തരം വിസ്മയിപ്പിക്കുന്ന സത്യങ്ങൾ തേടിയുള്ള നമ്മുടെ യാത്ര തുടരും. കൂടുതൽ വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. സത്യവിശ്വാസത്തിന്റെ പാതയിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഈമാനോടുകൂടി ജീവിച്ചു മരിക്കുന്ന കാലത്തു ഈമാനോടുകൂടി മരിക്കാൻ അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ആമീൻ യ റബ്ബൽ ആലമീൻ.